കേരളം, കർണാടക, തമിഴ്നാട് വനങ്ങളിൽ നിന്നും ലഭിച്ചവയും നാട്ടിൽ തന്നെ പ്രസവിച്ചതുമായ ആനകളെയാണ് നമ്മൾ നാടൻ ആനകളെന്ന് പറയാറുള്ളത്. ഇതിൽ കർണാടകയിൽ ജനിച്ച ആനയാണ് ഗുരുവായൂർ ദേവസ്വം നവനീത് കൃഷ്ണൻ. ഇവന്റെ ആദ്യത്തെ പേര് അമീത് എന്നായിരുന്നു. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുള്ള പ്രസിദ്ധമായ പൂമുള്ളിമനയിലെ സ്നേഹ ശുശ്രൂഷകളുടെ തണലിലായിരുന്നു ഇവന്റെ ബാല്യം. ആനകളെക്കുറിച്ച് അവഗാഹമുണ്ടായിരുന്ന പൂമുള്ളിമനയിലെ ആറാം തമ്പുരാൻ എന്ന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു ഇവനെ സ്വന്തമായി വളർത്തിയിരുന്നത്. ലക്ഷണയുക്തനായ ആനക്കുട്ടിയായതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഈ ആനക്കുട്ടിയുടെ ഉടമസ്ഥനായി തീർന്നത്. പൂവുള്ളി മനയ്ക്കുന്നു വന്ന ആനക്കുട്ടിയാണിത്. തെക്കോട്ട് വിറ്റുപോയി, തിരിച്ച് വീണ്ടും വന്നത് നാണുവർത്തിച്ചും കമ്പനിയിലേക്ക് വന്നു. ആനയിരുത്തി 5 ആനയിലൊരു ആനയാണ് ഇത് നവനീത് കൃഷ്ണൻ. ആറാം തമ്പുരാന്റെ മനയിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടാൻ ഭാഗ്യമുണ്ടായ നവനീത് കൃഷ്ണൻ കൈമാറ്റങ്ങളിലൂടെ തൃശൂരിലെ PN ബൽറാം എന്ന ഗുരുവായൂരപ്പന്റെ ഭക്തന്റെ കൈവശം വന്നു ചേരുകയും അദ്ദേഹം ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നടയിരുത്തുകയുമായിരുന്നു. 2003 ജനുവരി 1 മറ്റ് 2 ആനകളോടൊപ്പം ബലറാം നടയിരുത്തിയത് തന്റെ പത്നി മിനിയുടെ പേരിലായിരുന്നു. അന്നിവന്റെ പ്രായം 20 വയസ്സ്. നല്ല സ്വഭാവമാണ്, നാടൻ ആനയാണ്. പക്ഷെ ചെറിയൊരു വിക്കർസ് അവൻ്റെ അടുത്തുണ്ട്. അത് കൂട്ടുകാർ തമ്മിൽ രണ്ടാമത്തെ ഒരാൾക്ക് പെട്ടെന്ന് ആവില്ല. ഒരാൾക്ക് കുറച്ച ചട്ടാണ്. ഇപ്പോൾ 27-ാം വയസ്സിലേക്ക് കടക്കുന്ന നവനീത് കൃഷ്ണന്റെ 4ാമത്തെ മതംപാട് കഴിഞ്ഞ് 2010 ഒക്ടോബർ മാസത്തിൽ അഴിച്ചിരിക്കുന്നു. ഇനി നവനീത് കൃഷ്ണന് എഴുന്നള്ളിപ്പിന്റെ കാലം. നല്ല വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ അവൻ കയറി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ആ തറയിൽ കയറി നിൽക്കൂല. അപ്പം ഞാൻ ഇവിടെ വൃത്തിയാക്കി കാലത്തേക്ക് വൃത്തിയാക്കിയിട്ടാണ് അവിടേക്ക് കയറി നിൽക്കും. അല്ലേ വൃത്തിയാക്കാണ്ട് അവിടെ ഇടുകയാണെന്ന് വെച്ചാൽ ആ ചപ്പ് കണ്ടാൽ മതി. ഞാൻ മാറ്റിയിടാൻ പോവുകയാണ്, ആ ചപ്പ് കണ്ടാൽ മതി, അവിടെ കയറി നിൽക്കില്ല. ലക്ഷണങ്ങളിൽ നല്ലതായി ആനകൾക്ക് ആദ്യമായി 18 നഖങ്ങൾ കണക്കാക്കുന്നു. ഇവ വെള്ള നിറമാകുന്നത് ഉത്തമം. നവനീത് കൃഷ്ണന് 18 നഖങ്ങൾ തന്നെ. കണ്ണുകൾക്ക് ഇളം തവിട്ട് നിറമാണ്. നല്ല ഭംഗിയുള്ള വീണെടുത്ത ജോഡി കൊമ്പുകളാണിവന്. നല്ല നടയമരങ്ങൾ, നല്ല കൈനീളം. സൂക്ഷ്മദർശനത്തിൽ ഇടതുകൊമ്പിന് അല്പം ഉയരക്കൂടുതലുണ്ട് എന്ന് കാണാം. വലിയ ചെവികൾ, ഉയർന്ന വായുകുംഭം, ഉയർന്ന തലക്കുന്നി, നല്ല നിലവ്, മദഗിരി ഇടവിട്ട പുള്ളികളാണ്. നല്ല വാല്, നട്ടലിനും തകരാറില്ല. നിറം നല്ല കറുപ്പ് നിറം തന്നെ. അഴകും ആരോഗ്യവുമുള്ള നല്ല ഒരു കൊമ്പൻ. ഒരു ചെറിയ ന്യൂനതയായി ചൂണ്ടിക്കാട്ടാനുള്ളത് ചെവികളുടെ അഗ്രം
ചെറുതായി കീറിയിട്ടുണ്ട് എന്നത് മാത്രം. വർഷാവർഷം സീസണിൽ ഇവന് ധാരാളം എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് അവന്റെ അഴകിന്റെയും ഔന്നത്യത്തിന്റെയും ദൃഷ്ടാന്തമാണ്. 6 or 7 നീരുകാലം വരെ ആനകൾ വളർന്നുകൊണ്ടിരിക്കുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നവനീത് കൃഷ്ണൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും മാറ്റിക്കൊണ്ട് പോകണമെന്ന് പറയില്ല. അങ്ങനെ വൃത്തിയുള്ള സാധനമാണ്. ഇതിലിപ്പോ ഒരു ലേശം അതായത് ചെറുപ്പത്തിന്റെ ആവാം, ഒലിവൊക്കെ ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ നേരെയാവുമെന്ന് വിചാരിക്കണു. താമസിയാതെ തന്നെ നവനീത് കൃഷ്ണന് വലിയ ആനകളുടെ കൂട്ടത്തിലേക്ക് വളരാൻ കഴിഞ്ഞേക്കുമെന്ന് ആനയെ അറിയുന്നവർ പറയുന്നു. അല്പം വികൃതിത്തരങ്ങളൊക്കെ നവനീത് കൃഷ്ണനും ഇല്ലാതില്ല. അതിലെടുത്തു പറയേണ്ടത് ചില നേരം അവൻ ആനക്കാരുമായി പിണങ്ങി ഒരു ഓട്ടം നടത്തുമെന്നത് തന്നെയാണ്. വഴക്കുണ്ടാക്കിയാൽ അങ്ങനെ ചട്ടക്കാരന്റെ മക്കിട്ട് ഓടിക്കയറുക ചാടിക്കുക അങ്ങനെ ചെയ്യില്ല. തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ നടക്കുക, പറമ്പിൽ കൂടെ എവിടെയെങ്കിലും കെട്ടാനും അയക്കില്ല, വളർത്താനും അയക്കില്ല, അങ്ങനെ നടക്കും. ചൊട്ടയിലെ ശീലം എന്ന് പറയാറുണ്ടെങ്കിലും ആനകളെ സംബന്ധിച്ചിടത്തോളം ചില ആനകൾ മതമ്പാട് കഴിഞ്ഞു പോകുന്തോറും വളരെ പക്വമതികളും സ്നേഹസമ്പന്നരുമായി ഭവിക്കാറുണ്ട്. ഇത് നവനീതിനും ഉണ്ടായാൽ അവന്റെ യശസ്സിന് മാറ്റു വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂട്ടാന പറഞ്ഞാൽ അവന് കുറച്ച് ആനകൾ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അതിൽ അവന് അംഗീകരിക്കപ്പെടുന്ന 1-2 ആനകൾ, അത് അവൻ്റെ തീറ്റ എടുത്ത് തിന്നും, ഒക്കെ എടുത്ത് തിന്നും, ഒരു കുഴപ്പമില്ല. ഒപ്പനവൻ്റെ തീറ്റ എടുത്ത് തിന്നും. അങ്ങനെ പറഞ്ഞാൽ ഈ പ്രകാശനാൻ്റെ തീറ്റ എടുത്ത് തിന്നും. പ്രകാശനാന എല്ലാവരെയും കുത്തനാണ്, എന്നാൽ അവൻ്റെ തീറ്റ എടുത്ത് തിന്നും. പിന്നെ ഇതാ നന്ദിൻ്റെ എടുത്ത് കഴിക്കാറുണ്ട്, ഇതിൻ്റെ തിന്നില്ല. എന്നാൽ ഉമാദേവി ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു കഷ്ണം പട്ടിട്ട് കൊടുത്താൽ തിന്നില്ല. ആനകളിലുള്ള പല ചേഷ്ടകളും ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭയം ജന്മനാൽ ഉള്ളതോ ചുറ്റുപാടുകളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നുള്ളതോ ആകാം. പെട്ടെന്ന് നമ്മൾ നടന്നു പോകണ ആ ഒരു നിമിത്തം കൊണ്ട് നമ്മളോട് തെറ്റാനും മതി, കാരണങ്ങൾ ഉണ്ടാക്കാനും മതി. അവനൊരു പക്ഷി പാറിയാൽ മതി, അവൻ തെറ്റാൻ മതി. അതിൻ്റെ ഏർപ്പാട് അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരു വണ്ടി ഉറക്കം മൂളിയാൽ അവൻ തെറ്റും. അപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെച്ചാൽ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകുക, അല്ലേ എല്ലായിടത്തും കുളമാക്കി തരും. അതാണ് അവൻ്റെ പരിപാടി. നവനീതിന്റെ കാര്യത്തിൽ ഭയക്കേണ്ടതായ ഒരു സന്ദർഭം അവനുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചാവക്കാടിനടുത്ത് ഒരു നേർച്ചയ്ക്ക് അവനെ എഴുന്നള്ളിക്കുമ്പോൾ അവിടെ വച്ച് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയുണ്ടായി. ഭാഗ്യവശാൽ ഒന്നും സംഭവിക്കാതിരിക്കുകയായിരുന്നു അന്ന്. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി നവനീത് കൃഷ്ണനെ ഒരു പേടിക്കാരനാക്കാൻ. എഴുന്നള്ളിപ്പിനും മറ്റും യാതൊരു പ്രയാസവുമില്ല നവനീത് കൃഷ്ണന്. വഴിനടക്കും അങ്ങനെ. ചട്ടക്കാരനെ വിശ്വാസമാണവന്. ചട്ടക്കാരൻ കൂടെ ഉണ്ടായാൽ മതി, നടന്നുകൊള്ളും, അവന്റെ കണക്ക് പോലെ. ഇതിനോടകം തന്നെ നല്ലൊരു ആനയെന്ന പേര് നവനീതിനുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള വഴക്കുകളും അവനുണ്ടാക്കിയിട്ടുണ്ട് മുന്നം. അതില്ലെങ്കിൽ ആനയെന്ന പദത്തിന് എന്തർത്ഥം? എന്തൊക്കെയായാലും ഗുരുവായൂർ ദേവസ്വത്തിൽ വളർന്നു വരുന്ന ആനകളിൽ ഒരു ഗണനീയ സ്ഥാനം നവനീത് കൃഷ്ണനുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ സഹസ്രകലശ ദിവസം സന്ധ്യയാകുന്നതോടെ ദർശനത്തിനെത്തുന്നവരുടെ തിരക്ക് ഇരട്ടിയിലധികമാകും. കാരണം മറ്റൊന്നുമല്ല, പിറ്റേ ദിവസം ഭഗവാന്റെ ഉത്സവം ആരംഭിക്കുന്നു എന്നതു തന്നെ. എല്ലാ മഹാക്ഷേത്രങ്ങളിലും കൊടിയേറ്റം എന്ന മുഖ്യ ചടങ്ങാണ് ഉത്സവത്തിന്റെ ആരംഭം കുറിക്കുന്നത്. എന്നാൽ ഗുരുവായൂരിൽ അക്കാര്യത്തിലുമുണ്ട് എടുത്തു പറയാനൊരു പ്രത്യേകത. ഗുരുവായൂർ ഉത്സവത്തിന്റെ വളരെ പ്രത്യേകതയേറിയ ഒരു ചടങ്ങാണ് ആനയില്ല ശിവേലിയും ആനയോട്ടവും. ഇത് ഉത്സവത്തിന്റെ 1-ാം ദിവസമാണ് നടക്കുന്നത്. കൊടിയേറ്റത്തിന് മുന്നെയാണ് ഇത് നടക്കുന്നത്. ഗുരുവായൂരിലെ ആനയോട്ടം സംബന്ധിച്ച ഐതിഹ്യത്തിന് ചരിത്ര സ്മരണകളുടെ വർണ്ണപ്പകിട്ടും പഴമയുടെ തീരാ തിളക്കവുമുണ്ട്. പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാത്തപ്പോൾ പുറത്തുള്ള അമ്പലങ്ങളിൽ നിന്നും ആനകളെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ ഉത്സവം നടത്തിയിരുന്നത്. ഒരു പ്രാവശ്യം ഉത്സവത്തിന് ആനകളെ ക്ഷണിച്ചപ്പോൾ രാവിലത്തെ ശിവേലി ആന നടത്തുകയും ചെയ്തു. പിന്നെ ഉച്ചയ്ക്കുള്ള ഏകദേശം കൊടുങ്ങല്ലൂർ ആ ഭാഗത്തുള്ള ഒരു അമ്പലം മതിലകം എന്നുള്ള സ്ഥലത്താണ്. തൃക്കണ മതിലകം എന്നാണ് അമ്പലത്തിന്റെ പേര്. അന്ന് അവിടെ ശിവേലി നിർത്തിയിരുന്ന അണിയിച്ചൊരുക്കി നെറ്റിപ്പട്ടൊക്കെ നിർത്തിയിരുന്ന ആനകള് ഓടി ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു. ശിവരാത്രി ഉത്സവത്തിന് 8 ദിവസമാണ് ഉത്സവം. ഈ 8 ദിവസം ഉത്സവം കൊടി കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ അന്നത്തെ ഊരാളന് ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ല, അതുകൊണ്ട് ഉടനെ അയക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു ഉൾവിളി ഉണ്ടായി, പറയല്ല, ഒരു ഉൾവിളി തോന്നി. അങ്ങനെ അദ്ദേഹം വെറ്റില അടക്കയും പണവും എടുത്തിട്ട് നേരെ ആനയുടെ മുമ്പിൽ വെച്ചു എന്നാണ് പറയണേ. ആനയുടെ മുമ്പിൽ വെച്ച് ആന ഇന്ന് കാണുന്ന NH എന്നൊക്കെ പറയുന്ന സാധനം അന്ന് വെറും വീതി കൂടിയ പൂഴി വഴിയാണ്. ആ വഴിയിൽ കൂടെ ഓടി ഗുരുവായൂർ ഉത്സവത്തിന് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോഴും കൊടിയേറ്റ ദിവസം ആനയോട്ടം ഒരു ആചാരാനുഷ്ഠാനം പോലെ നടത്തി വരുന്നത്. ആനയോട്ടം നടക്കുന്ന ദിവസം, അതായത് കൊടിയേറ്റ ദിവസം, ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്കുമുണ്ട് പുതുമ മായാത്ത ചില സവിശേഷതകൾ. അന്ന് രാവിലത്തെ ശീവേലിക്ക് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറില്ല. ഒരൊറ്റ ആനയും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുകയില്ല. പോരാ, ക്ഷേത്രത്തിന്റെ സമീപത്തൊന്നും ആനകളെ കൊണ്ടുവരാറില്ല. ഈ ആനയില്ലാ ശിവേലി കൊല്ലത്തിൽ ഒരേയൊരു ദിവസം മാത്രം. ദേവസ്വത്തിന് സ്വന്തമായി 4-5 ആനകൾ മാത്രമുണ്ടായിരുന്ന ആദ്യകാലത്ത് എല്ലാ ആനകളും ആനയോട്ടത്തിൽ പങ്കെടുത്തിരുന്നു. അതിപ്രശസ്തരായ ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ കേശവൻ, ഭരതൻ, ബാലകൃഷ്ണൻ, സുന്ദരിക്കുട്ടിയായിരുന്ന ലക്ഷ്മിക്കുട്ടി എന്നീ ആനകളെല്ലാം ഏറെക്കുറെ മത്സരബുദ്ധിയോടെയാണ് ആനയോട്ടത്തിൽ അണിനിരന്നിരുന്നത്. പിന്നെ ആനകളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു. ഇപ്പോൾ 60-ലധികം ആനകൾ ദേവസ്വത്തിന് സ്വന്തമായുണ്ട്. ഈ ആനപ്പെരുപ്പം കാരണവും ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനുള്ള വിഷമതകൾ മൂലവും സുരക്ഷാ സംവിധാനം പരിഗണിച്ചും ഇപ്പോൾ ദേവസ്വത്തിലെ തിരഞ്ഞെടുത്ത ആനകളെ മാത്രമേ ഓട്ടത്തിൽ പങ്കെടുപ്പിക്കാറുള്ളൂ. വൈകുന്നേരം 3 മണിക്കാണ് ആനയോട്ടത്തിന്റെ ആരംഭം. 2:35 കണ്ടേരിപ്പട്ടത്തെ നമ്പീശൻ എല്ലാ ആനക്കാർക്കും ഉച്ചയ്ക്ക് മണി എടുത്തു കൊടുത്താൽ എല്ലാ ആനക്കാരും കൂടിയിട്ട് ഈ മണി എടുത്തിട്ട് മഞ്ഞളാൽ പരിസരത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇത് കണ്ടാൽ തന്നെ ആനകളൊക്കെ അറിയാം, വാശിയും വൈരായിട്ടുള്ള ഓടാൻ തയ്യാറായിട്ട് നിൽക്കും. ചുരുക്കത്തിൽ ഗുരുവായൂരിലെ ആനയോട്ടം എന്ന ഈ മത്സരത്തിന്റെ മുൻപേ ഓടുന്നത് പൊയ്പോയ ചരിത്രമാണ്. ചരിത്ര സ്മരണകളാണോ, ഐതിഹ്യമാണോ, അതോ ഇന്നും മായാത്ത മറയാത്ത വിശ്വാസ സങ്കല്പങ്ങളോ?
ഈ ഭൂമുഖത്ത് ഒരു ഐരാവതം അതുണ്ടായിരുന്നു ഗുരുവായൂർ കശോരം. അത് ഞാൻ സിനിമയാക്കാൻ പലരും ചോദിച്ചെന്തിന് ഈ പുതുക്കുട്ടി കൃഷ്ണൻ ഈ ആനയുടെ ഒരു സിനിമയാക്കണം എന്ന് ചോദിക്കും. ആനയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് ഈ കേശവൻ മരിച്ചു കിടക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വളരെ വേദനിച്ചു. അപ്പോൾ ഞാൻ അടിയന്തരാവസ്ഥ ജോലി നഷ്ടപ്പെട്ട സമയം അവർ വന്നിട്ട് പറഞ്ഞു, ഒരു താങ്കൾ എഴുതി തരുമോ? ഞാൻ കഥ എഴുതാം, എനിക്ക് തിരക്കഥയോ സംഭാഷണം എഴുതാറിയില്ല, എൻ്റെ കഥ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ കഥ മാത്രമേ എൻ്റെ ഉള്ളൂ. പക്ഷെ ആ കഥ ഞാൻ സമഗ്രമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മകനോടും മക്കളോടും ഭാര്യയോടും ഒക്കെയുള്ള ആ അനുകമ്പ ഈ ആനക്കാർക്ക് ആനയോടുണ്ട്. അത്രയും സ്നേഹമുള്ളവരുണ്ട്. അപ്പോൾ അവരായിട്ട് അത്രയും തന്മയീഭാവമാണ്. മോനേന്നാ വിളിക്കുക, ഗുരുവായൂർ കേശവനെ പൊന്നു മോനേന്നാ വിളിക്കുക തെറ്റിയ. അപ്പോൾ അവൻ ശബ്ദിക്കും. ആ ഒരു അനുസരണം ഉണ്ടല്ലോ, അവൻ അവിടെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഞാനാണ് പറയുന്നത്, നടപടക്കാനെ വലിയ തോട്ടി കൊണ്ടൊരു പ്രയോഗമുണ്ട്. നീ എന്നെ ചെയ്യിക്കരുത് കേശവ, നീ നേരിട്ടിരിക്കില്ലേ? ഞാനാണ് പറയുന്നത് കേശവ, എന്നെ പൊണ്ണുമുട്ട കേശവ. ഞാൻ ചവിട്ടടാ കേശവ, ചവിട്ട്. അച്ചു പേടിച്ചു മാറുമെന്ന് നീ വിചാരിച്ചോ? ഇല്ല, നിന്റെ ചവിട്ടുകൊണ്ട് എനിക്ക് മരിക്കണവിടാ. ചവിട്ടടാ കേശവ, ചവിട്ട്. ഉറക്കത്തിൽ നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ടിരിക്കുന്നവനാടാ ഞാൻ. മരിക്കുമ്പോഴും നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ട് മരിക്കണവിടാ. ചവിട്ടാ കേശവ, ചവിട്ട്. കുട്ട, കുട്ട, എന്റെ പൊന്നു കുട്ട, നീ കരയാണോ? നിന്റെ കണ്ണുനീരാണോ എന്റെ നെഞ്ചു വീണത്? കുട്ട, കുട്ട. പക്ഷെ അവൻ തെറ്റിയാൽ അതാണ്. അത്രയും അധികം നന്നായി ചണങ്ങുന്നൊരു മൃഗമാണ് ഈ ആന. അതല്ല ഇത്രയും കൂറ്റൻ, ഈ കൂറ്റൻ ഇത്രയും ഭീമാകാരമായിട്ടുള്ളൊരു ജീവി പ്രപഞ്ചത്തിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന ആ സാധനത്തിനാണ് ഈ അണയ്ക്ക് കൊണ്ടുവരുന്നത്. അത് ചെറിയൊരു മനുഷ്യൻ. വെറുതെ അല്ല നിന്നെ ഭ്രാന്തൻ കേശവൻ എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കൽ കൂടെ നിന്നെ നടയിൽ അതിനെടുത്തു. ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഭഗവാൻ അറിയും. ആ പ്രവർത്തനം കൊണ്ടായിരിക്കും ഇത്രയും കഥാപാത്രങ്ങൾക്ക് മുഴുവെന്നാണ് ഞാൻ വിചാരിക്കണം. കാരണം നല്ലൊരു സത്യസന്ധമായിട്ട് ഞാൻ അതിശക്തി ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. കൊടുമല ഗണപതി, കൊടുമല ഗണപതി, ധിമിക്ക് ധിമിക്ക് ധിമി ധിമിക്ക് ധിമിക്ക് ധിമി. കോട്ടക്കൽ ഗണപതി, കോട്ടക്കൽ ഗണപതി, തതുകു തതുകു തതു. കൊടുമല ഗണപതി, ധിമിക്ക് ധിമിക്ക് ധിമി. കോട്ടക്കൽ ഗണപതി, കൂടുമാറും മയിലേ ഉയിരേ കളികളിയോ.